നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം, ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കാൽകളെ പോലെ ഗിരികളിൽ നിർത്തിയേ. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല, ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല, യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, എല്ലാവരും പറയാറുണ്ട് ദൈവശബ്ദം കേൾക്കണം, ദൈവശബ്ദം അനുസരിക്കണം എന്നൊക്കെ. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ദൈവശബ്ദം കേട്ടാൽ എങ്ങനെ നമുക്ക് മനസ്സിലാകും? ഈ ദൈവശബ്ദത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളോട് പലപ്പോഴും സംസാരിച്ചത് കർത്താവ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് പൂർണ്ണമായൊരു മാറ്റത്തെ കർത്താവ് തരും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോ നമ്മൾ ഈ ദൈവവചനം നമ്മൾ ഈ വചനം ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത്, അടുത്തിരിക്കുന്നവരോട് പറ, നമ്മൾ പറയാറുള്ളത് എനിക്കൊരു ചിന്ത ഉണ്ടായി കേട്ടോ, എനിക്കൊരു തോട്ട് കിട്ടി. എന്നാ ജോസഫ് സാറേ? ഒരു ബ്രദറെ, ഞാൻ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ കിട്ടി, ഒരു തോട്ട്സ് കിട്ടി ബ്രദറെ. ഞാൻ അതിനെ തോട്ട്സ് എന്നാ വിളിക്കുന്നത്, ഒരു ചിന്ത കിട്ടിയെന്നാ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാവോ, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഈ പുസ്തകത്തിലെ ഒരു വാക്ക് ലഭിച്ചപ്പോ അവരതിനെ തോട്ട്സ് കിട്ടി എന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ വചനം കിട്ടി എന്ന് പറഞ്ഞു. അവരെ ആ വാക്കുമായിട്ട് എവിടെയാണോ അവരെ പറയാൻ ഏൽപ്പിച്ചത് അവിടെ നിന്ന് അത് പറഞ്ഞപ്പോ അത് ഉണ്ടായി വരുന്നത് അവർ കണ്ടു. എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ലഭിച്ചത് ഇടിക്കുവാനും പണിയുവാനുമുള്ള അസാധാരണ ബലമുള്ള വചനത്തെയാണ്. നീ അതിനെ വെറും തോട്ടായി കൊട്ടിക്കളഞ്ഞത്.
കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയാം. ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുക കേട്ടോ. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഞാനും നിങ്ങളും വചനം വായിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. വചനം ധ്യാനിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? വചനം ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ദൈവമായുള്ള ഫെലോഷിപ്പ് ഉണ്ടാകും. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഏറ്റവും വലുത് അതാണ്. വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ മനസ്സിലാകും, നല്ലതാണ്. വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു അവനെ നേച്ചറിനെ പിടികിട്ടും, നല്ലതാണ്. വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മകൾ മാറും, നല്ലതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, വചനം ധ്യാനിക്കുമ്പോൾ ഇതൊന്നും അല്ലടാ ഉണ്ടാകുക എന്ന്. എന്നെ അത് ഷോക്കിംഗ് വേർഡായിരുന്നു എനിക്കത്. ഞാൻ ചോദിച്ചു, പിന്നെ എന്നതാ ഉണ്ടാകുന്നേ? നമ്മൾ തിരിഞ്ഞു തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ. ഞാൻ വചനം ധ്യാനിക്കുവോ? ശ്രദ്ധിച്ചു കേൾക്കണേ. അത് എന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകും. അതിന് നമുക്ക് വേറെ ഭാഷയിൽ ദൈവിക ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. പക്ഷേ കുറച്ചും കൂടി ഡീപ്പറായി പോവാ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചൂടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ അതൊക്കെ തീർന്നോളും. അസാധാരണമായി ചിലത് സംഭവിക്കാൻ പോവായിരുന്നു. അപ്പൊ ഞാൻ വേർഡ് ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ അത് ദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോകും. ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്തിക്കുക എന്നതാണ് ഈ പുസ്തകത്തിലെ വാക്കുകളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രേ അത് പറഞ്ഞു തരാൻ എനിക്ക് ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗം തീരത്തില്ല. ഒന്ന് പറഞ്ഞേ, ദൈവത്തിലേക്ക് എന്നെ എത്തിക്കുക എന്നതാണ് ഈ പുസ്തകത്തിലെ വാക്കുകളുടെ പറ. ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് എഴുന്നേറ്റ് തന്നെ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞേ, ഇത് ഭയങ്കര കാര്യമോ പറയാൻ പോകുന്നത് പറ. എന്നാ ഭയങ്കര കാര്യമോ പറയാൻ പോകുന്നത്. എത്ര പേർ റെഡിയാ അത് കേൾക്കാൻ? അപ്പോ വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം വായിക്കാതെ ധ്യാനിക്കാതെ ഒരാൾക്ക് ഇത് പിടികിട്ടുന്നതില്ല. അവരുടെ കാര്യം ഞാൻ കുറച്ച് നേരത്തേക്ക് മറന്നേക്കുക. പക്ഷെ വചനം ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുടെ കാര്യം അവയെ പറയുന്നേ, അത് അയാളെ ദൈവത്തിലേക്ക് കൊണ്ടു ചെല്ലും. ആ ചെല്ലുന്ന ആൾക്ക് ശ്രദ്ധിക്കേ, ചില ചിന്തകൾ ലഭിക്കാനായി തുടങ്ങും. അതിനെ നമ്മൾ തോട്ട്സ് എന്ന് വിളിച്ച് ചെറുതാക്കി കളഞ്ഞെങ്കിൽ സ്വർഗം പറഞ്ഞു, അത് എൻ്റെ ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ വീടിനെ തലതിരിച്ചു വയ്ക്കാനുള്ളത് നീ പുസ്തകം ധ്യാനിക്കുമ്പോ ദൈവം നിന്റെ അകത്ത് തരുന്നുണ്ടോ? കുറച്ചും കൂടെ പറഞ്ഞ ശ്രദ്ധിച്ചോണം, കേട്ടോണം, ശ്രദ്ധിച്ചോണം. ഞാനും അവനുമായി ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന തോട്ട്സുകളെ ഞാൻ വിളിക്കും പ്രവചന ശബ്ദം എന്ന് വിളിക്കും. The voice of the Lord. എന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞേ, the voice of the Lord. The word of the Lord. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതിനെ ചിലതിനെ ഉണ്ടാക്കാനായി കഴിയും, അതിനെ ചിലത് ഉളവാക്കാനായി കഴിയും. കൂടെ എത്തിയോ? ഒരു നല്ല ആമീൻ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറെ കൺഫ്യൂഷൻസും സംശയങ്ങളും ചിന്താഗതികളൊക്കെ ഉണ്ടാകാം. അതിനെ ക്ലാരിഫൈ ചെയ്യേണ്ടതും എൻ്റെ ആവശ്യമാണ്. ഇരുന്നാട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഉണ്ടോ ഞാൻ പറഞ്ഞു വെച്ചതെന്നറിയോ, നമ്മുടെ ചിന്തകൾ എന്നെ പറഞ്ഞു ദ വോയിസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു. നമുക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. പക്ഷെ ആദ്യം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാം. നോക്കാം, എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരാം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ജനത്തോട് ചെരുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും. അടുത്ത വാചകം നിങ്ങൾക്ക് ശരിയോ? ഹൃദയങ്ങളിൽ എഴുതും. എല്ലാവരും പറഞ്ഞേ, അനമുളുങ്ങോ? ഹൃദയങ്ങളിൽ എഴുതും. ഉറക്കെ പറ, എന്ന് പറഞ്ഞ ഇത് പുതിയ നിയമ വിശ്വാസിയാണ്. ഈ വിശ്വാസി യേശുവിലേക്ക് വന്ന ദൈവത്തിന് പറയാം, പഴയ നിയമത്തിലെ സകല നിയമങ്ങളും, പഴയ നിയമത്തിലെ സകല കൽപ്പനകളും ദൈവം ഇവരുടെ ഹൃദയത്തിൽ എഴുതും. അടുത്തിരിക്കുന്ന ആളെ നെഞ്ചെ തൊട്ടിട്ട് പറ, ഹൃദയത്തിൽ എഴുതും. ഈ ഹൃദയത്തിൽ എഴുതാന്ന് പറഞ്ഞ എന്നതാ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹൃദയത്തിൽ എഴുതാന്ന് പറഞ്ഞ എന്നതാ? വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഞാൻ അതിനെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചേ. I will imprint my laws upon their minds. എൻ്റെ നിയമങ്ങൾ ഞാൻ അവരുടെ മനസ്സിനകത്ത് എഴുതുവെന്ന. പ്രിന്റ് ചെയ്ത് വെക്കുവെന്ന.
എങ്ങനെ ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ പുതിയ നിയമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്നിൽ നടക്കുന്ന കാര്യമായി പറഞ്ഞ് ചെറുതല്ല. നേരെ ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം എൻ്റെ മനസ്സിനകത്ത് എഴുതുവെന്ന. കുറച്ചും കൂടെ ഡീപ്പായി പോവുക. കൂടെ എത്തിയോ? ഒരു നല്ല ആമേൻ. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൺ ദെയർ മൈൻഡ്, ഈവൻ അപ്പോൺ ദെയർ ഇന്നർമോസ്റ്റ് തോട്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് and engrave them upon their heart. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, പഴയ നിയമത്തിലെ അല്ലെങ്കിൽ നിയമങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന 2 വാചകങ്ങളിൽ അത് വ്യക്തമാണ്. ഒന്നാമത്തത്, അവരുടെ തോട്ട്സിൽ ആണ് ഞാനത് എഴുതുന്നത്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാനത് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ തോട്ട്സിലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുമാണ്. എന്ന് പറഞ്ഞ എൻ്റെ തോട്ട്സ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ബൈബിൾ ഞാൻ ഒരിക്കൽ ചിന്തിച്ച, ആദിവാസികൾ ബൈബിൾ അറിയത്തില്ല, അവർ വിശുദ്ധി ജീവിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ബൈബിൾ അറിയണ്ടെന്നോ ബൈബിൾ പഠിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നേ. അവരുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ ദൈവിക സ്റ്റാൻഡേർഡ് അവരുടെ അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സകല നിയമങ്ങളും അവരുടെ മനസ്സിനകത്ത് ഇൻപ്രിന്റഡ് ആകുകയാണ്. അവരുടെ തോട്ട്സ് ദൈവത്തിന്റെ നിയമങ്ങൾ ചിന്തയിലേക്ക്, അവരുടെ ചിന്തകൾ ദൈവത്തിന്റെ നിയമങ്ങളാകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നീ ബൈബിളുമായിരിക്കുമ്പോൾ, അല്ല നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്തേക്ക് വരുന്ന ദൈവിക ചിന്തകൾ ഒരുപക്ഷെ നിനക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലത്തു നിന്നായിരിക്കാം വരുന്നത്. വാക്യം എവിടെയാണെന്ന് അറിയത്തില്ലായിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് ഫ്രം ദ ലോർഡ്. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഇഷ്യൂ നിൽക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അവിടെയാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഇഷ്യൂ നിൽക്കുന്നത്. യേശുവിലേക്ക് വന്നപ്പോൾ സ്വർഗം നമ്മുടെ മനസ്സിനകത്താണ് അവന്റെ ചിന്തകളെ തരുന്നത്. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ചിന്തയുടെ ആലയമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നാമോ ദൈവത്തിന്റെ മനസ്സുള്ളവരെന്ന് വചനം പറയുന്നത്. ഞാൻ ആരാണ്? ദൈവത്തിന്റെ മനസ്സുള്ളവർ. നമ്മുടെ അകത്ത് ഇപ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? എന്നിട്ട് എന്താ ഞാൻ ഇങ്ങനെ, എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പിശാചിനെ നിങ്ങളുടെ അകത്തേക്ക് ദൈവിക തോട്ട്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകളിലൂടെയാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കുറച്ച് സെക്സി ആയിട്ട് നിന്റെ മുമ്പിൽ നിർത്തുന്നത്, ഒരു ആൺകുട്ടിയെ സെക്സി ആയിട്ട് നിന്റെ മുമ്പിൽ നിർത്തുന്നത്. നിന്റെ അകത്ത് ചിന്ത ഉണ്ടാകണം, നിന്റെ ചിന്തകൾ കറപ്റ്റഡ് ആകണം. നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? വാസ്തവത്തിൽ ബൈബിൾ വായിക്കാനാണ് അല്ലെങ്കിൽ ബൈബിളിൽ ഒരു മെസ്സേജ് കേൾക്കാനാണ് യൂട്യൂബ് തുറന്നത്. അപ്പോഴാണ് കമലഹാസൻ ആഴത്തിൽ ഒരാളെ ഉമ്മ വയ്ക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോ ബൈബിൾ വായിക്കാനും അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കുവാനാ തുറന്നത്. പക്ഷേ അതിങ്ങനെ എന്തോ ഒരു അറിയാതെ പോയി അത് തൊട്ടു. പിന്നെ ആ ഉമ്മ വയ്ക്കൽ കുറച്ചു നേരം കണ്ടു. പിന്നെ ഞാനും ആ ഉമ്മ വെപ്പുമായിട്ട് കുറച്ചു നേരം ഇരുന്നു. പിന്നെ ആരൊക്കെയോ ചിന്തയിലേക്ക് വന്നു. ആ ആള് എന്നെ ഉമ്മ വെച്ചിട്ട് പോയി. നിങ്ങൾ 75 വയസ്സുള്ള ആളാണെങ്കിൽ ഇത് കലയിൽ കയറത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ 35 ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് ആമീനൊക്കെ പോയത് എന്താ? നിങ്ങളുടെ ചിന്തകളെ കറപ്റ്റ് ചെയ്യുക എന്നതാണ് പിശാചിന്റെ പരിപാടി. എങ്കിൽ മാത്രമേ അവന്റെ ലോസ് നിനക്ക് മനസ്സിലാകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാ ഈ ജോസഫിനോട് പൊത്തിഫറിന്റെ ഭാര്യ പറഞ്ഞ്, നീ വ്യഭിചരിക്കണ്ട, പക്ഷെ എന്റെ അടുക്ക നീ ഇരിക്കേ. ഇരുന്നോണ്ട് വല്ലതും സംഭവിക്കോ? അഭിജിത്തെ ഒരു കസാരയായിട്ട് പോടാ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ. ഇങ്ങനെ വന്ന് ചാരുന്നവരെ സൂക്ഷിച്ചോണം.
ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആരും ഇതിനകത്ത് ഇരിപ്പില്ല. എന്താ കൈയടിക്കാത്ത? ഇങ്ങനെ തോളെ കൈയിടുന്നവരെ സൂക്ഷിച്ചോണം. എൻ്റെ ഓരോ ആക്ഷനും വാല്യൂ ഉണ്ട്. അതിനോട് പറയണം തൊടാതെ നിൽക്കാൻ പറയണം. അടുത്തിരിക്കുന്ന ഒരാളെ തൊട്ടിട്ട് പറ, നീ കമ്പി അല്ല, ഇരുമ്പല്ല, അലുമിനിയം അല്ല, ചെമ്പല്ല, സാധാരണ മാംസമാണ്. പറ. നിനക്ക് അങ്ങനെ തൊട്ടാൽ, അവിടെ ഇവിടെയും വേണ്ടാത്ത സ്ഥലങ്ങൾ നിന്നെ തൊട്ടാൽ നിനക്ക് വികാരം ഉണ്ടാവും. പറ. അല്ല കുഴപ്പമുണ്ടോ പറയുന്നതിനെ? പറഞ്ഞോ, ആ ആൾക്ക് വികാരമുള്ള ആള് തന്നെ. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? നോക്ക, നിന്റെ തോട്ട്സിനെ കറപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അടുത്ത ഇരിപ്പും. ഒരാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അയാൾ തൊട്ടിട്ടില്ല, അയാളിനോട് മിണ്ടിയിട്ടില്ല, അതിനേക്കാൾ മുമ്പ് അടുത്തുള്ള ആളിനെ നമ്മൾ പാപത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് പിശാചിന്റെ തന്ത്രം. നിങ്ങൾ കൈയൊന്നും അടിക്കണ്ട. ഞാൻ നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാ വന്നേ. ഇപ്പോഴും ഞാൻ സാധാരണ മനുഷ്യനാ. സോ ഐ നോ വാട്ട്സ് യുവർ ഹാർട്ട്. ഇത് പച്ചയായിട്ട് പറയുന്നതിന്റെ കാരണം എൻ്റെ മനസ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ അഴുക്ക് വരാനുള്ള സ്ഥലമല്ല, ദൈവത്തിൻ്റെ വേർഡ് വരാനുള്ള സ്ഥലമാണ് എൻ്റെ ഹൃദയം എന്ന് എനിക്കറിയാം. എന്താ കൈയടിക്കാത്ത, ആമേൻ പറയാത്തെ? അടുത്തിരിക്കുന്നവരോട് ബർത്ത്ഡേ പാർട്ടികൾ, ടൂറുകൾ, പാലുകാച്ചലുകൾ, കല്യാണങ്ങൾ പറ. ഒന്ന് എഴുന്നേറ്റ് വന്ന്. ടൂറുകൾ, പാലുകാച്ചലുകൾ, കല്യാണങ്ങൾ. വല്ല കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട്? അന്ന് നമുക്ക് കുറച്ചും കൂടെ സ്മാർട്ടായി ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടമാണ്. അന്ന് സ്മാർട്ടായി ഇടപെടുന്നതും നമുക്ക് ഇഷ്ടമാണ്. ആ സ്മാർട്ട്നെസ് അന്ന് രാത്രി നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യം കളയാനും ഇടയാകും. കൈയടിക്കാൻ ആരും ഇല്ല ഉണ്ടോ? കാരണം ഈ കൈയടിക്കാത്തതിന്റെ കാരണം ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ ബ്രദറെ എന്നാണ് നിങ്ങളുടെ നോട്ടം എന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ഉണ്ട് ബ്രദറെ. പൊയ്ക്കോ ബ്രദറെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്മാർട്ട് എന്ന് പറയുന്നത് ശരീരം ഉരസുന്നതല്ല. സ്മാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഉരസുന്നതിനോട് നോ എന്ന് പറയുന്നതിനെ സ്മാർട്ട് എന്ന് പറയുന്നേ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതിന്റെ പേര് ദൈവകൃപ എന്നാണ്. ചിലര് പറയും അങ്ങനെയൊക്കെ ഉണ്ടായാലും ഞാൻ കൃപയിൽ നിൽക്കും. ഞാൻ പറയാറുണ്ട്, ദുബായിലെ 6 ലൈനുള്ള റോഡുണ്ട്. ഞങ്ങൾ അതിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന എമിറേറ്റ്സ് റോഡ് എന്നാണ്. അതിനെ നടുക്ക് കയറി നിന്നിട്ട് ഞാൻ വണ്ടി ഇടിച്ച് ചാവത്തില്ലെന്ന് പറഞ്ഞ മോനെ, നടുക്ക് നിന്നതേ നിനക്ക് ഓർമ്മ കാണത്തുള്ളൂ, നീ ചത്തുപോകും. അവിടെ നിന്ന് കൃപ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. റോട്ടിന്ന് ആദ്യം മാറി നിൽക്കുക, എങ്കിൽ കൃപ പറഞ്ഞാൽ നടക്കും. NH47 അല്ല, 100 മൈൽ വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ ട്രെയിൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ കൃപയിലാന്ന് പറഞ്ഞ മോനെ 4 കഷ്ണവും പറ. കൃപ നമുക്ക് തരുന്നത് വിവേകമാണ്. എവിടെ നിൽക്കണമെന്നും എവിടെ നിൽക്കരുതെന്നും അത് നമുക്ക് വിവേകം തരുന്നതാണ്. എൻ്റെ ഉള്ളിലാണ് കർത്താവ് സംസാരിക്കുന്നത്. എൻ്റെ ചിന്തകളിലൂടെയാണ് കർത്താവ് എന്നോട് ഇടപെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പിശാച് നമ്മുടെ ചിന്തകളിൽ അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ചിന്തകളിലൂടെ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് മനസ്സിലാക്കാതിരിക്കാൻ, അതല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാതെ വണ്ണം പിശാചും പലപ്പോഴും അവൻ്റെ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ തരുന്നു. ദൈവജനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചാട്ടെ. ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞാട്ടെ. പിശാചിൻ്റെ ചിന്തകൾക്കിടമില്ലാതെ വണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്റർ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ, തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ഉണ്ടായ അത്ഭുത സാക്ഷ്യമാണ് ഇവർക്ക് പറയാനുള്ളത്. 13 വർഷമായി ഈ സിസ്റ്റർക്ക് ഷോൾഡറിലെ മസിൽസിനകത്ത് പെയിൻ ആയിരുന്നു. ഡോക്ടറെ കാണിച്ചു, ഫിസിയോതെറാപ്പി ചെയ്തു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസത്തെ തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗിൽ ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വേദന വിട്ടുമാറിയെന്ന് സിസ്റ്റർ പറഞ്ഞേട്ടെ. തോളിന് വേദനയായിരുന്നു. എനിക്ക് 10th പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയത്. 13 വർഷമായി. ഇവിടെ മസിൽസിൽ ഭയങ്കരമായിട്ട് പെയിൻ വരും. ഓക്കെ. പിന്നെ കഴുത്ത് തിരിക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. കഴുത്ത് തിരിക്കാൻ ഒക്കത്തില്ല, കൈ പൊക്കാൻ പറ്റത്തില്ല. ഭയങ്കര പെയിൻ വരും. അതന്ന് മാറി.
കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മസിൽ പെയിൻ എന്ന് പറഞ്ഞപ്പോൾ തീർന്നതെന്ന് നമുക്ക് തോന്നി, പക്ഷേ ഇത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായതാ. ഫിസിയോതെറാപ്പി ചെയ്തു, മാറ്റം ഉണ്ടായില്ല. കൈ വെക്കാൻ പറ്റില്ല, കഴുത്തിരിക്കാൻ പറ്റില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. താങ്ക് യു ബ്രദർ. ഒരു സാക്ഷ്യം കൂടെയുണ്ട്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഓക്കെ. ഇവർക്ക് 5 വർഷം മുൻപ് നടന്ന ഒരു അത്ഭുത സാക്ഷ്യം പറയാനായിട്ട് അവരായിരിക്കുന്നത്. ഈ ബ്രദറിന് 5 വർഷം മുൻപ് ബാക്ക് പെയിൻ വളരെയധികം വേദനയാൽ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ 5 വർഷം മുൻപ് നടന്ന തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗ് വെച്ച് അനു ബ്രദറിന് വേണ്ടി ജോൺ ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അത്ഭുതമായ ഒരു സൗഖ്യം ഉണ്ടായെന്നാ പറഞ്ഞേ. ആ ബാക്ക് പെയിൻ പൂർണ്ണമായി സൗഖ്യമായി. ഈ വർഷം വരെയും ആ ബാക്ക് പെയിൻ ഭാരം പൂർണ്ണമായി മാറി എന്നാ പറയുന്നത്. 5 വർഷം മുമ്പ് നടന്നതാണ് അനൂപ് അല്ലേ? ഓക്കെ, 5 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതെ, ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ബാക്ക് പെയിൻ വന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാന്നൊക്കെ ചിന്തിച്ചിരുന്നു. എൻ്റെ ഒരു ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക് ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഞാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ച് നടക്കുന്നു. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ഈ സിസ്റ്റർക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പാലക്കാട് പബ്ലിക് മീറ്റിങ്ങിൽ വെച്ച് കർത്താവ് കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ സിസ്റ്റർക്ക് നമ്മളോട് പറയാനുള്ളത്. ഈ സിസ്റ്ററുടെ പേര് സന്ധ്യ. ആലത്തൂരിൽ നിന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർക്ക് പബ്ലിക് മീറ്റിങ്ങിൽ വരുമ്പോൾ ഈ സിസ്റ്റർക്ക് ഫെലോപ്പിൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ബ്രദർ ഈ സിസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ട്യൂബ് ഉണ്ട്, നിങ്ങൾ ഈ മാസം ഇന്ന് തന്നെ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, നിങ്ങൾ സ്കാനിങ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വരാനാണ് പറഞ്ഞത്. സിസ്റ്റർ വിശ്വാസത്തോടെ ഡോക്ടർക്ക് പോയി സ്കാനിങ് ചെയ്തപ്പോൾ ആ ബ്ലോക്ക് ഇല്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. റിസൾട്ടുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ബ്ലോക്ക് ഇല്ല എന്നുള്ള റിസൾട്ട്. എന്ത് മോളുടെ പ്രശ്നം എന്തായിരുന്നു സംഭവിച്ചത്? 2 ട്യൂബിലും ബ്ലോക്ക് ആയിരുന്നു. യൂട്രസിലെ 2 ട്യൂബിലും ബ്ലോക്ക് ആണ്. ഓക്കെ. പക്ഷെ അതിൽ ഒന്ന് ഇപ്പോൾ ഓപ്പൺ ആയി. ആ ഒരെണ്ണത്തിനകത്ത് തന്നെ നിനക്കൊരു കൊച്ചുണ്ടായാൽ പോരെ? ഒരു നല്ല ആമീൻ പറയാത്ത എന്താ? എനിക്ക് തോന്നുന്നു തലമുറകളില്ല എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ട്യൂബിന് ബ്ലോക്ക് ഉണ്ട്, ആ ട്യൂബ് ഓപ്പൺ ആകുക എന്നല്ലേ. മോൾ അതിനോട് ഇഷ്ടം പറഞ്ഞു, മോളോടെയും പറഞ്ഞു, പോയി പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ബ്ലോക്ക് ആയിരുന്നിടത്ത് 1 തെളിഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ ബ്ലോക്ക് ആയ സമയത്ത് എന്തോ പറഞ്ഞേ, ഒരു രക്ഷയില്ല, ഇനി അത് തിരിച്ചു വരത്തില്ല. ഇവളെന്നോട് വന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവളോട് ദൂത് പറഞ്ഞു, ഇവളെന്നോട് പറഞ്ഞു വാചകം, ഒരിക്കൽ ബ്ലോക്കായ ട്യൂബ് അതൊരിക്കലും റീഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ ആ ബ്ലോക്കായി പോയെന്ന് പറയുന്ന ട്യൂബ് തുറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. നിങ്ങളെന്താ അനങ്ങാത്തേ? നിങ്ങൾക്ക് വലിയ മനസ്സിലായോ? നിങ്ങളുടെ വെയിനുകളിൽ 1 ബ്ലോക്കായി പോയാൽ അതിനെ റിപ്പയർ ചെയ്യാൻ വലിയ മാർഗമൊന്നുമില്ല. പക്ഷെ ഇത് റിപ്പയർ ആയിട്ട് തിരിച്ചു വന്ന് നിൽക്കുവോ? ചുണയൊക്കെ പോയി കേട്ടോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സോളി, ഇവൾക്കൊരു തലമുറയും കൂടെ ഉണ്ടാവട്ടെ. അടുത്ത മാസത്തെ സാക്ഷ്യം ഇവൾക്കൊരു തലമുറ ഉണ്ടായെന്നാകട്ടെ. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? ലോർഡ് ഐ ബ്ലെസ്, ലോർഡ് ഐ ബ്ലെസ്. താങ്ക് യു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാം. കർത്താവ് ചെയ്യുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഓരോ പ്രവൃത്തികൾക്കായും. പലപ്പോഴും വിചാരിക്കും അർഹതയില്ലാത്തടുത്ത് കർത്താവ് നിർത്തുവാനിടയായി, അർഹതയില്ലാത്ത നന്മകൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി. അവൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ അവർ അനുഭവിക്കട്ടെ. അസാധാരണമായ വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഇവരുടെ വീടുകളിൽ നിറയട്ടെ അപ്പ, വീടുകളിൽ നിറയട്ടെ അപ്പ. എനിക്കൊരു വ്യക്തിനെ കാണാം. ആ വ്യക്തിയുടെ ബ്ലഡ് സർക്കുലേഷൻ കാലിൽ വളരെ കുറവാണ്. വേരിക്കോസിൻ്റെ പ്രയാസമുണ്ട്. ആ കാല് ചുമന്നിരിക്കുന്നത് കാണാം, നീര് വെച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ആ കാലുകളിൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കുകയാണ്. ഒരു അസാധാരണമായ ഒരു അത്ഭുതം ആ വീട്ടിൽ ചലിക്കുകയാണ്. കർത്താവെ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അതേപോലെ തന്നെ ട്രാവലർ പോലെയുള്ളൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ലൈഫിൽ തൻ്റെ കുടുംബ ജീവിതത്തോട് ബന്ധപ്പെട്ട ചില പ്രയാസത്തിലാണ് ആ വ്യക്തി ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. അപ്പോൾ അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പ. കർത്താവെ, ആ വീടിനെ പണിയേണ്ടതിനായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. ആ വീടിനെ പണിതാട്ടെ അപ്പ. യേശു, ഒരു വലിയ വിടുതൽ ആ വീട്ടിലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. ഒരു വ്യക്തിയും കൂടെ എനിക്ക് കാണാം. തൻ്റെ മകളെ
തമിഴ്നാട്ടിലെവിടെയാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷെ ആ മകളെ പ്രതിയുള്ള ഒരു വിഷമം ആ വീട്ടിലിപ്പോഴുമുണ്ട്, ആ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ട്. കർത്താവെ അപ്പോൾ അവിടുന്ന് ആ കുടുംബത്തെ തൊടണമേ അപ്പാ, ആ സങ്കടത്തിൽ നിന്ന് വിടുവിക്കണമേ അപ്പാ, അതിൻ്റെ ആ കാരണങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ അപ്പാ. കർത്താവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുന്ന് ചലിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ ഓരോ ദിവസം ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.